ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ കേരളത്തിലെ താപനില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിലെ താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രക്രിയയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം വേർപ്പ് ഗ്രന്ഥികൾ വഴി വേർപ്പ് ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്ന് കൂൾ ഡൗൺ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇത് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് എക്സസൈസ് പോലെയുള്ള ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെനിയസ് ആയിട്ടുള്ള ജോബോ ചെയ്യുന്ന വ്യക്തികൾക്ക് വരാം. അല്ലാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് അതിനെ താങ്ങാൻ ശേഷിയില്ല. ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. അതായത് കൂൾ ഡൗൺ ചെയ്യാൻ നമ്മുടെ ബോഡിയുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് എന്ന ഒരു കണ്ടീഷൻ വരാം. ഹീറ്റ് സ്ട്രോക്ക് നമ്മുടെ ശരീരത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെയാണ് ഡാമേജ് ചെയ്യുന്നത്. വൈറ്റൽ ഓർഗൻസിനെ മാത്രമല്ല നമ്മളുടെ ബ്രെയിനെയും കൂടി അത് ഡാമേജ് ചെയ്യും. നമ്മുടെ കിഡ്നി, ലിവർ, ഹാർട്ട് എന്ന ഓർഗൻസിനൊക്കെ വളരെ രീതിയിൽ ഈ ഹീറ്റ് സ്ട്രോക്ക് ഡാമേജ് ആവുന്നുണ്ട്. നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം, അതായത് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്കൊരു ഡിസിനെസ്, നമുക്ക് ചിലപ്പോൾ ഒരു തലകറക്കം പോലെ തോന്നാം, അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നാം, നമുക്ക് കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നാം. ചിലവർക്ക് നമുക്ക് സീഷേഴ്സ്, അതായത് നമുക്ക് അപസ്മാരം ഉണ്ടാവില്ലേ, ആ രീതിയിൽ വരെ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്ന ഒരാൾ ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഹീറ്റ് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് കുടിക്കാനായിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓർഗൻ ഡാമേജ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ആസ്പിരേഷൻ, അതായത് നമുക്ക് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ലങ്സിലേക്ക് പോയി അത് ഒരു മരണകാരണമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം കൊടുക്കരുത്. അതിന് പകരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഹീറ്റ് സ്ട്രോക്ക് വന്നൊരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഒരു തണലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുക. അതുകൂടാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഏത് ഡ്രിങ്ക്സ് ആയാലും ഉപയോഗിച്ചിട്ട് അയാളുടെ ഫുൾ ശരീരം നമ്മൾ നനക്കാം. ഐസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ താപനില 40 ഡിഗ്രിയിൽ കൂടുതൽ, അതായത് 104 ഫാരൻഹീറ്റിൽ കൂടുതൽ പോകുമ്പോഴാണ് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആവുന്നത്. അപ്പോൾ ഈ ഒരു താപനില എത്രയും പെട്ടെന്ന് കുറക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ തന്നെ. ഈ ദിനം പ്രതി താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ ഒക്കെ പെടുവാണെങ്കിൽ നമ്മൾ പ്രിക്കോഷനായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കണം. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് 5 ലിറ്റർ ഒന്നും ഇപ്പോൾ വെള്ളം കുടിച്ചാൽ പോരാ, 5 ലിറ്ററെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. നമ്മുടെ ഹൈഡ്രേഷൻ എത്രത്തോളം പ്രോപ്പറായിട്ട് നടക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലെ താപനില നമുക്ക് ക്രമീകരിച്ച് നിർത്താൻ വേണ്ടി പറ്റും. അത് ഒരു പരിധി വരെ ഹീറ്റ് സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. പുറത്തിറങ്ങുന്നത് തന്നെ ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മാത്രമായിട്ട് ഇറങ്ങാം. താപനില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മളുടെ ഷെൽട്ടറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹീറ്റ് സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്.